മക്കയിലെ ചൂടുള്ള മണലാരണ്യത്തിൽ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. കുഞ്ഞു മുഹമ്മദ് ജനിച്ചപ്പോൾ തന്നെ പിതാവ് അബ്ദുള്ള മരിച്ചിരുന്നു. അന്നത്തെ മക്കയിലെ ഒരു പതിവനുസരിച്ച് നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി ശുദ്ധമായ വായുവും നല്ല അറബി ഭാഷയും പഠിക്കാനായി കുഞ്ഞുങ്ങളെ മരുഭൂമിയിലെ ഗോത്രവർഗ്ഗക്കാർക്കൊപ്പം വളർത്താൻ അയക്കുമായിരുന്നു. അങ്ങനെയാണ് ഹലീമ എന്ന ദയയുള്ള സ്ത്രീ കുഞ്ഞു മുഹമ്മദിനെ ഏറ്റെടുക്കുന്നത്. ഹലീമയുടെ വീട്ടിലെത്തിയതോടെ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അതുവരെ പാലില്ലാതെ വിഷമിച്ചിരുന്ന അവരുടെ ആടുകൾ ധാരാളം പാൽ തരാൻ തുടങ്ങി. ഉണങ്ങിക്കരിഞ്ഞ അവരുടെ പറമ്പുകളിൽ പച്ചപ്പ് നിറഞ്ഞു. ഈ കുട്ടി നമ്മുടെ വീട്ടിൽ ഭാഗ്യം കൊണ്ടുവന്നു എന്ന് ഹലീമയും ഭർത്താവും സന്തോഷത്തോടെ പറഞ്ഞു. 4 വയസ്സുവരെ മുഹമ്മദ് മരുഭൂമിയിലെ ആ കബീലയിൽ ഗോത്രത്തിൽ വളർന്നു. അവിടെ അദ്ദേഹം തന്റെ കൂട്ടുകാരായ ആട്ടിൻകുട്ടികളോടൊപ്പം കളിച്ചു നടന്നു. സത്യസന്ധതയും മര്യാദയും അന്നുതന്നെ ആ കുട്ടിയിൽ പ്രകടമായിരുന്നു. ഒരിക്കൽ പോലും അദ്ദേഹം മറ്റുള്ളവരോട് പിണങ്ങുകയോ കള്ളം പറയുകയോ ചെയ്തില്ല. 4-ാം വയസ്സിൽ മുഹമ്മദ് തന്റെ ഉമ്മയായ ആമിന ബീവിയുടെ അടുത്തേക്ക് തിരിച്ചെത്തി. ഉമ്മയ്ക്ക് തന്റെ മകനെ ജീവനായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. മുഹമ്മദിന് 6 വയസ്സുള്ളപ്പോൾ പിതാവിന്റെ ഖബർ സന്ദർശിക്കാനായി മദീനയിലേക്ക് പോയി മടങ്ങുന്ന വഴിയിൽ വെച്ച് ഉമ്മ ആമിന ബീവി രോഗബാധിതയായി മരിച്ചു. മരുഭൂമിയിലെ അബവാ എന്ന സ്ഥലത്ത് വെച്ച് ഉമ്മയെ അടക്കം ചെയ്യുമ്പോൾ ആ കുഞ്ഞു മുഹമ്മദ് തനിച്ചായി. പിന്നീട് വല്യപ്പൻ അബ്ദുൽമുത്തലിബ് ആ കുട്ടിയെ നെഞ്ചോട് ചേർത്തു. എവിടെ പോകുമ്പോഴും അദ്ദേഹം മുഹമ്മദിനെ കൂടെ കൂട്ടുമായിരുന്നു. എന്നാൽ 2 വർഷം കഴിഞ്ഞപ്പോൾ വല്യപ്പനും ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ 8-ാം വയസ്സിൽ മുഹമ്മദ് തന്റെ ചെറിയപ്പനായ അബൂതാലിബിന്റെ വീട്ടിലെത്തി. സ്വന്തം മക്കളേക്കാൾ അധികമായി അബൂതാലിബ് മുഹമ്മദിനെ സ്നേഹിച്ചു. ആ വീട്ടിൽ വളരുമ്പോഴും മുഹമ്മദ് വെറുതെയിരുന്നില്ല. ചെറിയപ്പനെ സഹായിക്കാനായി അദ്ദേഹം ആടുകളെ മേയ്ക്കാൻ പോകുമായിരുന്നു. മക്കയിലെ കുന്നിൻ ചെരുവുകളിൽ ആടുകളെ മേയ്ച്ചു നടക്കുമ്പോൾ പ്രകൃതിയെ നോക്കി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൂട്ടുമായിരുന്നു. മറ്റുള്ള കുട്ടികൾ വഴക്കിടുമ്പോഴും കളിച്ചു നടക്കുമ്പോഴും മുഹമ്മദ് ശാന്തനായി ഇരുന്നു. ആരോടും മോശമായി സംസാരിക്കാത്ത, എല്ലാവരെയും സഹായിക്കുന്ന ആ കുട്ടിയെ മക്കയിലുള്ളവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇതായിരുന്നു ആ വിശ്വസ്തനായ ബാലന്റെ കുട്ടിക്കാലം.